മുട്ടയും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ നൂൽ പൊറോട്ട ഉണ്ടാക്കാം. 1½ കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1½ ടീസ്പൂൺ ഉപ്പ് 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിലേക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മൈദ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം, ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് 3 ഭാഗങ്ങളാക്കി മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു 5-6 തവണ പൾസ് ചെയ്യണം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി കൈകൊണ്ട് ഈ മാവെല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് അടച്ച് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇനിയും ഇതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഞാനിപ്പോൾ 7 ഉരുളകളാക്കിയാണ് മാറ്റിയത്. കുറച്ച് ബട്ടർ ഉരുക്കി അത് മാറ്റി വെക്കാം. ഇനിയും ഒരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ പറ്റുന്നത്രയും കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഉരുക്കിയ ബട്ടർ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. കുറച്ച് മൈദ ഇങ്ങനെ വിതറി കൊടുക്കാം. അതിനുശേഷം പറ്റുന്നത്രയും കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ ഇതിനെ ഇങ്ങനെ മുറിക്കണം. അതിനുശേഷം ഇങ്ങനെ 2 വശത്തു നിന്നും ഇങ്ങനെ എടുത്തിട്ട് പൊറോട്ട പോലെ ഇങ്ങനെ ചുറ്റി മാറ്റി വെക്കാം. തയ്യാറാക്കിയ ഉരുളകളെല്ലാം ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഓരോന്നായിട്ടെടുത്ത് ഇങ്ങനെ പരത്തിയെടുക്കാം. കൈകൊണ്ട് പരത്തുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പരത്തിയ പൊറോട്ട ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. ഇത് കൈകൊണ്ട് അടിക്കാതെ തന്നെ നല്ല ലെയറുകളായിട്ട് വരുന്ന പൊറോട്ടയാണ്.